ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി സുധീഷിനോട് പറയുന്നു, ഗായത്രി ഇപ്പം റൂം അടച്ചിരിക്കാൻ കാരണം സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞതുകൊണ്ടാ. ശരിക്കും സുധീഷിന്റെ കല്യാണം കഴിഞ്ഞില്ല എന്ന് ആ കുട്ടി അറിഞ്ഞാൽ അവള് നോർമൽ ആകും. ഇക്കാര്യം സുധീഷ് ചെന്ന് പറഞ്ഞാൽ ആ കുട്ടി വിശ്വസിക്കില്ല, കള്ളം പറയുകയാണെന്ന് കരുതും. പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞാൽ ശരിയാകും. ഏട്ടത്തി എന്തിനാ പോകുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ അതൊന്നും വേണ്ട ഏട്ടത്തി. അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയല്ല നികേഷ്, ഇത് ഞാൻ കാരണം ഉണ്ടായ പ്രശ്നമല്ല, എന്നെ സഹായിക്കാൻ വന്നല്ലേ സുധീഷ് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടത്. പാവ സുധീഷിന് ഗായുവിനെ ഒരുപാട് ഇഷ്ടമാ. ഗായു അല്ല, ഗായിക്കുട്ടി. സ്നേഹത്തോടുകൂടി സുധീഷ് ഗായത്രിയെ വിളിക്കുന്നതാ ഗായിക്കുട്ടിന്ന്. ദിവസവും ബസ് സ്റ്റോപ്പിൽ പോയി ആ കുട്ടിയോട് സംസാരിക്കുമ്പോ തന്നെ അറിയത്തില്ലേ ആ കുട്ടി എന്തോരം ഇഷ്ടമാണെന്ന്. എന്ത് സന്തോഷത്തില് സുധീഷ് സംസാരിക്കുന്നത് അറിയോ സുഭാഷന്? ഞാൻ കണ്ടിട്ടുള്ളതാ ചിരിച്ച് സംസാരിക്കുന്നത്. പാവം, ഞാൻ ഒരാള് തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ടാ സുധീഷിന് പ്രണയം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നം ഞാൻ തന്നെ ശരിയാക്കാം. സുധീഷ് മനസ്സിൽ പറയണ, ഞാൻ എന്താ പറയുന്നത്, ഇവളെന്താ പറയുന്നത്? ആ പെണ്ണിനോട് സംസാരിച്ച് നിധിയെ പൊസസീവ് ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പണി കിട്ടുന്ന ലക്ഷണമാണല്ലോ. പുഞ്ചിരിച്ച നിധി പറയുന്നു, സുധീഷ് വിഷമിക്കണ്ട, ഈ പ്രശ്നം ഞാൻ ശരിയാക്കാം. സുധീഷിന് ഗായുവിനെ ഇഷ്ടമാണ്, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് ഗായുവിനെ പ്രണയിക്കുന്നു. ചുമ്മാ ഞങ്ങളോട് പ്രണയിക്കുന്നില്ല, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണെന്നൊക്കെ വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സുധീഷിന് ഗായത്രി ഇഷ്ട, ഗായത്രിക്ക് സുധീഷിനെ ഇഷ്ട. പിന്നെന്താ പ്രശ്നം? ഞാൻ തന്നെ പോയി സംസാരിച്ച ഇത് ശരിയാക്കാം. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഈ പറയുന്നത്? നീ അവിടെ പോയി എന്ത് ശരിയാക്കാനാ? ആ കാര്യമൊക്കെ അവ നോക്കിക്കോളും. സുധീഷ് ടെൻഷനോട് കൂടി ആലോചിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷേട്ടാ ഇത് ഞാൻ ശരിയാക്കേണ്ട പ്രശ്നമാ. എന്താ മോളെ ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് കണ്ണടച്ചു കാണിക്കുകയാണ് നിധി. എന്താ മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, കുറച്ചേരം സുഭാഷേട്ടൻ മിണ്ടാതിരിക്കുക, ഞാൻ പറയുന്ന എല്ലാത്തിനും ശരിയെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ നിന്നാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഹരീഷും അവരെ ശ്രദ്ധിക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? നിധിപതിയെ സുഭാഷിനോട് പറയുന്നു, ഇതൊക്കെ ഒരു ചെറിയ നാടക സുഭാഷേട്ടാ. ഇത് കേട്ട് സുഭാഷ് തലയാട്ടുമ്പോൾ പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് ഹരീഷ്. നിധി പറയുന്നു, അച്ഛൻ ടെൻഷൻ ആകണ്ട, ഗായത്രിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, എല്ലാ പ്രശ്നവും ഞാൻ സോൾവ് ചെയ്തോളാം. നിധിയെ തടഞ്ഞുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, നിധി എങ്ങോട്ടായി പോകുന്നത്? എന്ത് പ്രശ്നം സോൾവ് ചെയ്യാനാ? എല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നിധി പറയണ, സുധീഷെ ഞാൻ ഈ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞില്ലേ, സുധീഷ് ഇവിടെ ഇരിക്കെ. അങ്ങനെ സുധീഷിനെ പിടിച്ച് അവിടേക്ക് ഇരുത്തി നിധി പറയുന്നു, സത്യം അറിഞ്ഞാൽ ആ പെൺകുട്ടി എന്നെ വീട്ടിലേക്ക് വരാന്ന് പറയും, ഞാൻ പോയി ജസ്റ്റ് കൂട്ടിക്കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എന്ത് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നോ? എന്തിന്? അതൊന്നും വേണ്ട. അവ നിധി പറയണ, സുധീഷ് ഇവിടെ ഇരിക്കെ, സത്യം അറിഞ്ഞാൽ ഉടനെ ഗായത്രി സന്തോഷമായിട്ട് എന്റെ കൂടെ വരും, അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരാം. സുധീഷ് ചോദിക്കുന്നു, നിധി എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും വേണ്ട, ഞാൻ ആ കുട്ടിയെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ചിരിച്ചുകൊണ്ട് നിധി പറയണ, ചുമ്മാ അഭിനയിക്കാതെ സുധീഷ്, ഇഷ്ടമില്ലാതെയാണോ കളറായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പെർഫ്യൂം ഒക്കെ പൂശി ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നത്? ഗായത്രി കണ്ട് ഈന്ന് ചിരിച്ച് സംസാരിക്കാറില്ലേ? എനിക്കറിയാം സുധീഷ്, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഗായത്രിയുമായിട്ട് ഫോണിൽ സംസാരിക്കുകയല്ലായിരുന്നോ സുധീഷ്? അതെ സുഭാഷ് ഏട്ടാ, നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പൊ സുഭാഷ് പറയണ, അതെ, മോള് പറഞ്ഞതുപോലെ കളറായിട്ട് ഷർട്ടൊക്കെ ഇട്ട് ഗായത്രിയെ കാണാൻ പോകാറുണ്ടല്ലോ, അവൻ ആ പെണ്ണിനെ ഇഷ്ടാ മോളെ. ഇത് കേട്ട് നിധി ചോദിക്കണ, കേട്ടില്ലേ? സുധീഷിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും സുധീഷ് ഗായത്രിയെ പ്രണയിക്കുന്നുണ്ടെന്നറിയാം, എന്താണ് ഇതൊക്കെയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, സുധീഷ് അത് സമ്മതിച്ചു തരാൻ നാണോ? ഡോണ്ട് വറി സുധീഷ്, ഞാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങളുടെ പ്രണയം ഞാൻ കാരണം പിരിയുന്നത് എനിക്ക് സഹിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ട്രൂ ലവ്. സുഭാഷേട്ടാ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്, എന്നെ പോലെ വീട്ടിലേക്ക് വരുന്ന പെണ്ണും ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹരീഷ് ചോദിക്കണേ, എത്ര തവണയായി വീട് ക്ലീൻ ചെയ്യുക? ആരെങ്കിലും വരുന്നുണ്ടെന്നാ പറഞ്ഞാൽ ഉടനെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങും. അപ്പൊ നിധി പറയണ, വേറെ എന്താ ചെയ്യുക ഹരീഷ്, ആ കുട്ടി വരുമ്പോൾ ഈ വീട് വൃത്തിയായിട്ട് കിടക്കണ്ടേ? കുറച്ച് ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ ഗായത്രിക്ക് അത് ഇഷ്ടപ്പെടുമല്ലോ. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്ക്, ഞാൻ ആ കുട്ടിയെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇന്ന് ഈ വീട്ടിലൊരു ഉത്സവമായിരിക്കും. എന്തെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ഇന്ന് സുധീഷിന്റെ ഗായുവിനെ ഞാൻ ഒന്നിപ്പിക്കും. എനിക്ക് ഇത്രയും നാളും കുറ്റബോധമായിരുന്നു സുധീഷ്, നിങ്ങളെ ഒരുമിപ്പിച്ച പിന്നെ എനിക്ക് ആ കുറ്റബോധം മാറുമല്ലോ. അപ്പൊ സുധീഷ് പറയണ, നിധി അതൊന്നും വേണ്ട, പറയുന്ന ഒന്ന് കേൾക്കും. സുധീഷൻ ഇങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞ് സുധീഷിനെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് ഹരീഷ്. നിധി പറയുന്നു, നികേഷ് നീ എന്റെ കൂടെ വാ. എങ്ങോട്ടാ ഏട്ടത്തിന്ന് നികേഷ് ചോദിക്കുമ്പോൾ സ്കൂട്ടറിന്റെ കീ എടുത്ത് നിധി പറയുകയാണ്, ആ കുട്ടി ഗായത്രി ഇല്ലേ? അയ്യോ സോറി, സുധീഷിന്റെ ഗായിക്കുട്ടി. അവളോട് സത്യമെല്ലാം തുറന്നു പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ സുധീഷുമായി ഒന്നിപ്പിക്കുക നമുക്ക്. എന്താ ഇവളീ പറയുന്നതെന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് ഏട്ടത്തിന്ന് വിളിക്കുകയാണ്. സുധീഷിനെ നോക്കിയിട്ട് നിധി പറയുന്നു, നികേഷ് സമയം പോകുന്നു വാ. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ നിധി പറയുന്നതൊക്കെ പോകരുതെന്ന് പറഞ്ഞ് പിന്നാലെ ഓടി വരികയാണ് സുധീഷിനെ തിരിഞ്ഞു നോക്കാതെ സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് നിധിയും നികേഷും. സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷും ഹരീഷും ഭാസ്കരനും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സ്കൂട്ടർ ഓടിക്കുന്ന നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി നമ്മൾ ശരിക്കും ഗായത്രിയെ കാണാൻ പോവുകയാണോ? അവൻ നിധി പറയണ, അതേടാ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നേ. സ്കൂട്ടർ നിർത്തി നികേഷ് ചോദിക്കുന്നു, ആ കുട്ടിയെ നമ്മൾ
നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പോവുകയാണോ? നിധി ചോദിക്കുന്നത്. നിനക്കെന്താ തോന്നുന്നേ? നികേഷ് ചോദിക്കാനാ. അതെങ്ങനെ ശരിയാകും ഏട്ടത്തി? ഏട്ടത്തി പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നോ? നിധി ചോദിക്കാനാ. എന്നെ കണ്ടിട്ട് നിനക്ക് കല്യാണ ബ്രോക്കർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നേ? പക്ഷെ അങ്ങനെയാണല്ലോ ഏട്ടത്തി വീട്ടിൽ പറഞ്ഞെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണം. പറഞ്ഞു, അത് നിന്റെ ചേട്ടന് ഷോക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ. റോഡിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ ചിരിച്ചോണ്ട് ചെല്ലും. ഗായത്രി തിരിച്ച് സംസാരിച്ചു. ഇപ്പം ഭയം നോടുകയാ സുധീഷ്. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാ സുധീഷൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ നിധി പറയുന്നു, അതെ അതെ, പിന്നെ ഞാനങ്ങ് ദേഷ്യം പിടിച്ച് നിൽക്കുകയല്ലേ. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി സുധീഷനെ തെറ്റിദ്ധരിക്കരുതേ. അപ്പൊ നിധി ചോദിക്കുന്നു, ശരിയായിട്ട് ധരിക്കാൻ സുധീഷ് നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ സുധീഷൻ ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. നികേഷ് ചോദിക്കുന്നു, അപ്പൊ നമ്മള് ഗായത്രിയുടെ വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ, പിന്നെ അങ്ങോട്ടാ പോവുക? അപ്പൊ നിധി പറയണ, എടാ അങ്ങോട്ടാ പോകുന്നത്, ഗായത്രിയെ കാണും. എന്താ ഏട്ടത്തി പറയുന്നത്? നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാണെന്ന് നികേഷ് ചോദിക്കും. അവളെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും പോകുന്നില്ല, നീ എന്തായാലും വണ്ടി എടുക്ക്, ഗായത്രിയെ കണ്ടേ പറ്റൂ. അങ്ങനെ നികേഷിന്റെ ഒപ്പം സ്കൂട്ടറിൽ അവിടെ നിന്ന് പോവുകയാണ് നിധി. തുടർന്ന് ടെൻഷനോട് കൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുധീഷ്. സുഭാഷും ഹരീഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നു. സുധീഷ് ഓർക്കുകയാണ് നിധി ഗായത്രിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതും ഗായത്രിയുടെയും സുധീഷിന്റെയും കല്യാണം നടത്തുമെന്നൊക്കെ പറഞ്ഞതും. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയണം, പറഞ്ഞതുപോലെ ചെയ്യുവോ? തുടർന്ന് നികേഷ് ചോദിക്കുകയാണ്, ഏട്ടത്തി ദേഷ്യപ്പെടല്ലേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഗായത്രിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ, പിന്നെന്തിനാ നമ്മള് ഗായത്രിയെ കാണാൻ പോകുന്നേ? നമുക്ക് തിരിച്ചു പോയാലോ? അപ്പൊ നിധി പറയണ, നികേഷ് നീ ഒന്ന് മിണ്ടാതെ വാ. തുടർന്ന് സുധീഷിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എന്താ നിധി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് വിചാരിക്കുന്നു? അപ്പൊ സുഭാഷ് പറയണ, അതെ അച്ഛാ, അങ്ങനെ പറഞ്ഞല്ലേ നിധി പോയത്. ഭാസ്കരൻ ചോദിക്കുന്നു, രായ്ക്ക് രാമൻ 40 വട്ടം എന്നെ ചീത്ത വിളിക്കാനും തിരുത്താനും എന്തൊരു മിടുക്ക എന്റെ മക്കൾക്ക്. എന്നിട്ടിപ്പം നീ ചെയ്തു വെച്ചിരിക്കുന്ന ആ പോക്കരിത്തരം എന്താ? നീ കിട്ടിയ നിന്റെ ഭാര്യ നിനക്ക് കല്യാണം കഴിക്കാനായി ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുന്നു. ഹരീഷ് ചോദിക്കുന്നു, പിന്നെ നിങ്ങളുടെ മകൻ നിങ്ങളെ പോലെയല്ലേ ആകൂ? അപ്പൊ ഭാസ്കരൻ പറയണ, അതെ അതെ, ഞാൻ മോശപ്പെട്ടവനാ, നിങ്ങളൊക്കെ നല്ലവരല്ലേ, നിങ്ങൾ നന്നായി ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഒഴുകി മാറി നടക്കുന്നേ. സുധീഷ്, ഇന്ന് നിന്റെ ജീവിതത്തിനൊരു തീരുമാനമാകും, ഉടനെ നിന്റെ കല്യാണം നടത്തി തരും നിധി. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ പറഞ്ഞതല്ലേ, സുധീഷേട്ടൻ കേട്ടില്ലല്ലോ. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ ശരിക്കും നിധി ഗായത്രിയെ കൂട്ടിക്കൊണ്ടുവരുമോ? ഹരീഷ് ചോദിക്കേണ്ട, സുധീഷേട്ടന്റെ കൺമുന്നിൽ വെച്ചല്ലേ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ഏട്ടതി? അപ്പൊ സുധീഷേട്ടൻ കോമയിലൊന്നും അല്ലായിരുന്നല്ലോ. സുഭാഷേട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ സുഭാഷ് ചോദിക്കേണ്ട, നീയല്ലേ ദിവസവും ആ പെണ്ണിനെ കാണാനായി ബസ് സ്റ്റോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്? ഞാൻ സംസാരിച്ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കേണ്ട, സുധീഷേട്ടൻ സംസാരിക്കാൻ മാത്രമല്ലല്ലോ ചെയ്തേ, ഗായത്രിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഏട്ടത്തി പോയതിന് കാരണം സുധീഷേട്ടനല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? നിധി എന്താ എന്റെ ഭാര്യയാണോ? ഞാനും നിധിയുമായിട്ട് എന്ത് ബന്ധം ഉള്ളത്? ഡിവോഴ്സിന് ശേഷം എനിക്കൊരു ജീവിതം വേണ്ട, അതുകൊണ്ടല്ലേ ഞാൻ ഗായത്രിയോട് സംസാരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞില്ല എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, ഇങ്ങനെ ആയിരിക്കില്ല നീ പറഞ്ഞത്, പക്ഷെ നീ പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നു, അതുകൊണ്ടാ നിധി ഗായത്രിയെ വിളിക്കാൻ പോയത്. നീ നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയല്ലേ, അതുകൊണ്ടാ നീ മറ്റൊരു പെണ്ണിനെ പ്രണയിച്ചു തുടങ്ങിയത്. അപ്പൊ സുധീഷ് പറയണ, അയ്യോ സുഭാഷേട്ടാ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, എനിക്ക് ആ ഗായത്രിയോട് പ്രണയമൊന്നുമില്ല, അവൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ. ഇത് വെച്ച് നിധിയെ ഇറിറ്റേറ്റ് ചെയ്താൽ അവളായിട്ട് വന്ന് അവളുടെ പ്രണയം എന്നോട് പറയും. എനിക്ക് സുധീഷിനെ ഇഷ്ടമാ, ഗായത്രിയുടെ പിന്നാലെ ഒന്നും പോകരുതെന്ന് എന്നോട് പറയുമെന്ന് ഞാൻ കരുതി. ഞാൻ ഗായത്രിയോട് സംസാരിക്കുമ്പോൾ നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിധി പൊസസീവ് ആവുന്നത് കണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, ഇതെന്താ സിനിമയാണോ? സിനിമയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കൂ? ആ പെണ്ണിനോട് സുധീഷ് സംസാരിക്കണ്ട, എന്നോട് മാത്രം സംസാരിച്ചാൽ മതിയെന്ന് നിധി പറയുമെന്ന് നീ കരുതിയോ? നിനക്ക് വിവരം ഇല്ലടാ. അപ്പൊ ഹരീഷ് പറയണ, ഇപ്പൊ പറഞ്ഞില്ലേ സുധീഷ് ഗായക്കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചോ, ഞാൻ തന്നെ നിങ്ങളുടെ കല്യാണം നടത്താമെന്ന്. ഡിവോഴ്സ് കിട്ടിയാലുടനെ സുധീഷേട്ടന്റെ കല്യാണോ? ആദ്യം ഏട്ടത്തി ഗായത്രി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം, അല്ലേ സുഭാഷേട്ടാ? സുധീഷ് ചോദിക്കുന്നു, നീതി പോയി വിളിച്ചാൽ ഉടനെ ആ പെണ്ണ് വരുമോ? സുഭാഷ് ചോദിക്കുന്നു, എന്തുകൊണ്ട് വരില്ല? നീ ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലേ ആ കുട്ടി കഥ അടച്ചിരിക്കുന്നേ. അവള് തെറ്റായ തീരുമാനം എന്തെങ്കിലും എടുക്കുമെന്ന് അവളുടെ ഫ്രണ്ട്സ് പേടിക്കുന്നു. ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടാ. ഇപ്പൊ നിധി ചെന്ന് എന്റെയും സുധീഷിന്റെയും കല്യാണം ശരിക്കും നടന്നതല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടി ഇവിടെ വരും. വരുമോ സുഭാഷേട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ഉറപ്പായിട്ടും വരും. സുധീഷ് ഏട്ടൻ ചെന്ന് വിളിച്ചാൽ വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഏട്ടത്തി പോയി വിളിച്ചാൽ ഉറപ്പായിട്ടും വരും. ഗായത്രി ഇപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം അല്ലേ താമസിക്കുന്നത്, ഇനി ഇവിടെ താമസിക്കാന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല. അപ്പൊ സുഭാഷ് പറയണ, ഹരീഷ് പറഞ്ഞതുപോലെ ആ കുട്ടി ഇവിടെ വന്ന് താമസിച്ചാൽ നിധി ഈ വീട്ടിൽ നിന്നും പോകും, അപ്പൊ നിനക്ക് സന്തോഷമാകുമല്ലോ. സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ സുഭാഷ് ഏട്ടാ, നിധി ഈ വീട് വിട്ടുപോയാൽ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഹരീഷ് ചോദിക്കുന്നു, ഗായത്രി ഇങ്ങോട്ട് വരുന്നത് സുധീഷ് ഏട്ടൻ ഓക്കെയാ, ഏട്ടത്തി ഇവിടുന്ന് പോകുന്നതിന് പ്രശ്നമില്ല അല്ലേ? ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എടാ ദ്രോഹി, ഞാൻ
എപ്പോഴാണ് അങ്ങനെ പറഞ്ഞേ? നിധി ഈ വീട് വിട്ടുപോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനാകോ? അങ്ങനെ സുധീഷ് വളരെ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ സുധീഷ്, പാവോ നിധി, ആ കുട്ടി എന്തിനാ നമ്മുടെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നേ? ആ കുട്ടിയോട് ഈ വീട് വിട്ടു പോകരുത്, ഇവിടെ താമസിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. നാട്ടുകാരെന്തു പറയുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പക്ഷേ നിധി ഇനി എന്തിനാ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത്? അതിനുള്ള കാരണങ്ങളൊന്നും ഇല്ലല്ലോ. 4-5 തടിമാടന്മാരായ ആണുങ്ങൾ മാത്രമുള്ള വീട്ടില് ആ കുട്ടി എന്തിനാ താമസിക്കുന്നത്? അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങള് തടിമാടന്മാരാ, എന്നെ എന്തിനാടാ തടിമാടാന്ന് വിളിക്കുന്നത്? നോൺസെൻസ്, ഇനി ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ പറയടാ, നിധി എന്തിനാ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത്? ഇവിടെ നിന്നാൽ നിധിയുടെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കില്ല. ആ കുട്ടി ഇവിടെ താമസിക്കുന്നത് കൊണ്ട് നമ്മുടെ വീടൊരു വീടായി മാറി. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിധി എന്തിനാ ഇനി ഇവിടെ താമസിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. പാവം, ഇങ്ങനെയെങ്കിലും ആ കുട്ടി ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോട്ടെ. ഹരീഷ് ചോദിക്കണ, സുഭാഷേട്ടൻ എന്തിനാ സംസാരിച്ച് സമയം കളയുന്നത്? ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ? ഏട്ടത്തെ അത് പറഞ്ഞിട്ടാ പോയത്. ഇത് കേട്ട് സുഭാഷ് പറയണ, ആദ്യം നമുക്ക് ആ കാര്യം നോക്കാം, അത് ഞാനങ്ങ് മറന്നുപോയി. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ പ്ലീസ് വീടൊന്നും വൃത്തിയാക്കണ്ട. നിധിയെ ഫോൺ വിളിച്ച് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് പറ സുഭാഷേട്ടാ. ഹരീഷ് ചോദിക്കുന്നു, അതെങ്ങനെ ശരിയാകും? ആ ഗായത്രി വാതിൽ തുറക്കാതെ ഇരിക്കുകയല്ലേ? ഏട്ടത്തി എന്താ സത്യം പറഞ്ഞല്ലേ ആ കുട്ടിക്ക് സമാധാനമാകും. അപ്പൊ സുധീഷ് പറയണ, നീ എന്താടാ ഈ പറയുന്നത്? എനിക്ക് ഗായത്രിയോട് പ്രണയമൊന്നുമില്ല. ഞാൻ ആ ഗായത്രിയോട് സംസാരിച്ചോളാം. ആദ്യം നിങ്ങൾ നിധിയെ വിളിച്ച് തിരിച്ചു വരാൻ പറ. ഗായത്രി അങ്ങനെയൊന്നും കൂട്ടിക്കൊണ്ടു വരാൻ പറ്റില്ല. നിധി ചെന്ന് വിളിച്ചാലുടനെ ബാഗും എടുത്ത് വരില്ലല്ലോ ഗായത്രി. സുഭാഷ് പറയണ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നിധി ഗായത്രി ഉറപ്പായിട്ടും കൂട്ടിക്കൊണ്ടുവരും, അതെനിക്ക് ഉറപ്പാ. ബാഗ് എടുത്തോണ്ട് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഹരീഷ് പറയണ, അതെ അതെ, അവര് വരട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നമുക്ക് ഡിവോഴ്സ് കിട്ടിയാലുടനെ കല്യാണത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഹരീഷ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ഞാൻ സുധീഷ് എന്നെ ഉപദേശിച്ചല്ലേ, അപ്പൊ അത് കേട്ടില്ല. എന്റെ പ്ലാൻ വേറെയാ, അത് വർക്ക്ഔട്ട് ആവുന്നത് കണ്ടോ എന്നൊക്കെയല്ലേ പറഞ്ഞത്. സുധീഷ് ഏട്ടന്റെ പ്ലാൻ ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. കുഴപ്പമൊന്നുമല്ല, എനിക്കൊന്നും മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ശരി, സമയം കളയണ്ട, ഞങ്ങള് വീട് ക്ലീൻ ചെയ്യട്ടെ. ഗായത്രി വരുമ്പോൾ വീട് വൃത്തിയാക്കി കിടക്കണമല്ലോ. ഇവിടെ താമസിക്കാനാണ് തീരുമാനമെങ്കിൽ അപ്പൊ വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയുന്നോ, അതേടാ, അത് തന്നെ ഞാനും പറയുന്നത്. ആ കുട്ടി ഇവിടെ ഉള്ളപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നത് ശരിയാകില്ല. ഇപ്പൊ തന്നെ തുടങ്ങാന്ന് പറഞ്ഞ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് പറയണ, എവിടെ നിന്ന് തുടങ്ങണോന്ന് അറിയില്ലല്ലോ. തുടർന്ന് സുഭാഷും ഹരീഷും വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ സുധീഷ് പറയുന്നു, എടാ ഹരീഷ് പ്ലീസ് വേണ്ട, വീട് ക്ലീൻ ചെയ്യണ്ട. അപ്പൊ ഹരീഷ് പറയണ, ആ ഗായത്രിക്ക് സുധീഷിനോട് എത്ര സ്നേഹം ഉണ്ടായിട്ടാ ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചിട്ട് വാതിലടച്ച് അകത്ത് തന്നെ ഇരിക്കുന്നേ. 2 ആഴ്ച കൊണ്ടുള്ള പ്രണയം കൊള്ളാം. കാലൊക്കെ സുധീഷ് ഏട്ടാ, അങ്ങോട്ട് മാറിയിരിക്കും സുധീഷ് ഏട്ടൻ, ഞാൻ ഇവിടെയൊക്കെ തൂക്കട്ടെ. സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ വീട് ക്ലീൻ ചെയ്യരുത്, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഒരുപാട് ജോലിയുള്ളതെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷ് പറയുന്നു, സുധീഷൻ അങ്ങോട്ട് മാറി നിൽക്ക്, സമയം പോകുന്നു, അവരിങ്ങി വന്നാലോ? ഇത് കേട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞ് സുധീഷ് ടെൻഷനോടുകൂടി തലയിൽ കൈവച്ച് അവിടേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് ഗായത്രിയുടെ വീടിന്റെ അരികിലേക്ക് വരികയാണ് നികേഷും നിധിയും. ഏതാടാ വീടെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി ഇതാണെന്ന് തോന്നുന്നു, നമ്മുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഗായത്രിയുടെ ഫ്രണ്ട്സ് ഇതോ അവിടെ നിൽപ്പുണ്ട്, അപ്പൊ ഉറപ്പാ ഇതാ വീട്. ശരി വാന്ന് പറഞ്ഞ നികേഷിനെയും കൂട്ടി അവരുടെ അരികിലേക്ക് ചെന്ന നിധി ചോദിക്കുന്നു, ഗായത്രി ഇപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുകയാണോ? അവർ പറയുന്നു, അതെ, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നിധി ചോദിക്കുന്നു, അവിടെ ഒന്ന് കാണാൻ പറ്റുമോ? വാന്നും പറഞ്ഞ് ഫ്രണ്ട്സ് നിധിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. നികേഷും പിന്നാലെ പോകുന്നു. ഗായത്രിയുടെ മറ്റു ഫ്രണ്ട്സിന്റെ അരികിലേക്ക് വന്ന അവർ പറയുന്നു, ഇത് സുധീഷിന്റെ വീട്ടിലുള്ളവരാ. അപ്പൊ നികേഷ് പറയുന്നു, ഇത് സുധീഷ് ഏട്ടന്റെ ഭാര്യ, ഞാൻ സുധീഷ് ഏട്ടന്റെ ബ്രദർ. ഗായത്രിയുടെ റൂം എവിടെയാണെന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു, അവിടാണ്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞ ഉടനെ ആകെ തകർന്നു പോയി ഗായത്രി. വീട്ടിലേക്ക് വന്നപ്പോൾ കരഞ്ഞോണ്ടാ വന്നത്. എന്താന്ന് ചോദിച്ചു. അപ്പോഴേ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. ഉടനെ റൂമിനകത്ത് കയറി വാതിലടച്ചു. ഇതുവരെ കഥ തുറന്നിട്ടില്ല. ഇത് കേട്ട് റൂമിന്റെ അരികിലേക്ക് ചെന്ന് വാതിലിൽ തട്ടി ഗായത്രിയെ വിളിക്കുകയാണ് നിധി. തൊട്ടരികിൽ നികേഷും ഉണ്ട്. കരഞ്ഞോണ്ടിരിക്കുന്ന ഗായത്രി പുറത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിധി പറയുന്നു, ഗായത്രി ഞാൻ സുധീഷിന്റെ ഭാര്യ നിധി. ഇത് കേട്ട് ഗായത്രി പൊട്ടിക്കരയുമ്പോൾ നിധി പറയുന്നു, കഥക് തുറക്ക് ഗായത്രി. അപ്പൊ ഗായത്രി പറയണ, ഞാൻ കഥക് തുറക്കില്ല, ആര് വന്നാലും ഞാൻ കഥക് തുറക്കില്ല, എന്നെ ശല്യം ചെയ്യരുതേ. കഥക് തുറക്കുന്ന നിധി പറയുമ്പോൾ ഗായത്രി ചോദിക്കണ, നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വന്നേ? ഞാൻ തുറക്കില്ല, ഇവിടുന്ന് പൊയ്ക്കോ, എനിക്ക് ആരെയും കാണണ്ട. അപ്പൊ നിധി പറയണ, ഗായത്രി ഞാൻ സുധീഷിന്റെ വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്, കഥക് തുറക്ക് പ്ലീസ്. സത്യമായിട്ടും ഞാൻ സുധീഷിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞൊന്നും വലിയ കാര്യമല്ല, ഞാൻ എല്ലാം നിന്നോട് പറയാം, കഥക് തുറക്ക് ഗായത്രി. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ് നികേഷ്. ഗായത്രി സംശയത്തോടു കൂടി ആലോചിച്ചിരിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നേ? അപ്പൊ നിധി പറയണ, നീ ഒന്ന് മിണ്ടാ നിൽക്ക് നികേഷ്. ഗായത്രി കഥക് തുറക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞെന്നോർത്ത് നീ ടെൻഷൻ ആകണ്ട, കഥക് തുറക്ക് ഗായത്രി പ്ലീസ്, കഥക് തുറക്ക്. ഒന്ന് ആലോചിച്ച് ഗായത്രി കഥക് തുറക്കുകയാണ്. നിധിയും നികേഷും ഫ്രണ്ട്സും എല്ലാവരും സമാധാനത്തോടു കൂടി നിൽക്കുന്നു. നിങ്ങളായിരുന്നോ സുധീഷിന്റെ ഭാര്യയെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ നിധി പറയുന്നു, അതെ ഞാൻ ആ സുധീഷിന്റെ ഭാര്യ, എനിക്ക് ഗായത്രിയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇത് കേട്ട് ഗായത്രി നികേഷിനെ നോക്കുമ്പോൾ നിധി പറയുന്നു, നികേഷ് എനിക്ക് ഗായത്രിയോട് തനിച്ച് സംസാരിക്കാനുണ്ട്, നീ പുറത്ത് വെയിറ്റ് ചെയ്യ്. ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ നികേഷ് അവിടെ നിന്ന് പോവുകയാണ്. ഗായത്രി പറയുന്നു, അകത്തേക്ക് കയറി വാ. ശരി എന്ന് പറഞ്ഞ റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്
നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്